27 വർഷമായി ഇടതുപക്ഷം കൈയടക്കി വെച്ചിരുന്ന രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് തിരിച്ചുപിടിച്ചതിന്റെ ആവേശത്തിലാണ് UDFും കോൺഗ്രസും. ഇടത് കോട്ടയിൽ നിന്ന് രാജാക്കാട്ടിൽ ഇത്തവണ മികച്ച വിജയമാണ് UDF നേടിയത്. വരുന്ന 5 വർഷക്കാലം രാജാക്കാടിന്റെ വികസനത്തിന് മുൻതൂക്കം നൽകി ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്ന് UDF നേതാക്കൾ വ്യക്തമാക്കി. അണപൊട്ടി ഒഴുകിയ ആവേശത്തിലാണ് രാജാക്കാട് പഞ്ചായത്തിലെ UDF പ്രവർത്തകർ. 27 വർഷത്തെ ഇടതുകോട്ട തകർത്ത് UDF ഭരണം തിരിച്ചുപിടിച്ചതിന്റെ ആവേശം. ആ വിജയം ഇടതുപക്ഷത്തിന് നൽകിയത് കനത്ത തിരിച്ചടി. 14 വാർഡുകളുള്ള രാജാക്കാട് പഞ്ചായത്തിൽ 10ഇടത്തും UDF സ്ഥാനാർത്ഥികൾ വിജയക്കൊടി നാട്ടി. LDFന് നേടാനായത് 3 വാർഡുകൾ മാത്രം. ഒരിടത്ത് സ്വതന്ത്രനും വിജയകിരീടം ചൂടി. ഇടത് പാർട്ടികളുടെ കരുത്തുറ്റ നേതാക്കൾ നിലയുറപ്പിച്ചിട്ടുള്ള രാജാക്കാട്ടിൽ ഇടതുപക്ഷത്തിനുണ്ടായതാകട്ടെ കനത്ത തിരിച്ചടി. 1/4 നൂറ്റാണ്ടിലധികമായി ഭരണം നടത്തിയിട്ടും രാജാക്കാട് ഇന്നും വികസന മുരടിപ്പിലാണെന്നും ഏകാധിപത്യ ഭരണത്തിനെതിരെയുള്ള വിധിയാണ് UDFന് അനുകൂലമായതെന്നും ജനങ്ങൾക്കൊപ്പം നിന്ന് വികസന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ 8ാം വാർഡിൽ നിന്നും വിജയിച്ച ജോഷി കന്യാക്കുഴി പറയുന്നു. രാജാക്കാടിൽ UDFും കോൺഗ്രസുകാരും വളരെ സന്തോഷത്തിലാണ്, വളരെ ആഹ്ലാദത്തിലാണ്. കാരണം കഴിഞ്ഞ 27 വർഷമായിട്ട് രാജാക്കാട് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്ന LDFിൽ നിന്നും കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസും UDF കൂടി വൻ ഭൂരിപക്ഷത്തോടുകൂടി പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഏകാധിപത്യം പോലെ രാജാക്കാട് പഞ്ചായത്തിനെ LDF വെച്ചുകൊണ്ടിരുന്നപ്പോൾ അത് ഈ നാട്ടിലെ ജനങ്ങളെ കോൺഗ്രസ്സുകാരും UDFുകാരും ഇലക്ഷന് മുമ്പേ തന്നെ ജനങ്ങളോട്ട് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചുകൊണ്ട് അവർക്കിതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ജനങ്ങളുടെ ഇടയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഒത്തിരി ഗുണങ്ങളുണ്ടെന്ന് തോന്നിയതിൻ്റെ പേരിലാണ് വൻ ഭൂരിപക്ഷത്തോടുകൂടി UDFനെ രാജാക്കാട് പഞ്ചായത്ത് അധികാരത്തിൽ കയറ്റിയിരിക്കുന്നത്. രാജാക്കാടിന്റെ സമഗ്രമായ വികസനമാണ് UDFന്റെ ലക്ഷ്യം. ടൂറിസം സാധ്യതകളടക്കം പ്രയോജനപ്പെടുത്തി രാജാക്കാടിന്റെ വികസന കുതിപ്പിലേക്ക് നയിക്കുമെന്നും UDF നേതാക്കൾ വ്യക്തമാക്കി. സിറ്റി വിഷൻ, രാജാക്കാട്.